എറണാകുളം HMTക്ക് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കുവൈത്തിൽ നിന്ന് നാടുകടത്തിയ സൂരജ് ലാമയുടേതാണോ മൃതദേഹം എന്നാണ് സംശയം. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്നു, അത് സൂരജ് ലാമയുടേതാണോ എന്ന് സംശയം. സൂരജിന്റെ മകൻ സാന്റോൺ ലാമ കഴിഞ്ഞ മാസം കേരളത്തിലെത്തി അന്വേഷണം നടത്തിയിരുന്നതൊക്കെ നമുക്കറിയാമല്ലോ. എന്താണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം? ക്രിസ്റ്റീന, ഇത് ഈ HMT സ്ഥാപനത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കാടിനകത്ത് നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും ഒക്കെ മൃതദേഹത്തിന് അടുത്തുണ്ട്. ഏകദേശം 1.5 മാസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇത് സൂരജ് ലാമയുടേതാണ് എന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പുകയും ചെയ്യുന്നുണ്ട്. അതിന് ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമായിരിക്കും ഒരു പൂർണ്ണ ഉറപ്പിലേക്ക് അത് എത്തുക. ഈ സൂരജ് ലാമയുടെ വിഷയം കേരളം കഴിഞ്ഞ 1 മാസമായി ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹം കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്ന് അദ്ദേഹത്തെ കാണാതായപ്പോൾ മകൻ കുവൈറ്റിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്. ഒക്ടോബർ 5-ാം തീയതി കൂടിയാണ് സൂരജ് ലാമ കൊച്ചിയിലേക്ക് എത്തുന്നത്. ആദ്യം അദ്ദേഹം പോലീസിനെ കണ്ണിൽപ്പെടുന്നു. പിന്നീട് പോലീസുകാർ ഇടപെട്ട് അദ്ദേഹത്തെ ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ പിന്നീട് അദ്ദേഹം എങ്ങോട്ടേക്ക് പോയി എന്ന വിവരം കളമശ്ശേരി പോലീസിനോ അതല്ല എങ്കിൽ ഇവിടെ എത്തിച്ച പോലീസുകാർക്കോ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ വീണ്ടും കൊച്ചിയിലേക്ക് എത്തി പിതാവിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ നൽകി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഹർജി പരിഗണിക്കുകയും വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ആഴ്ച പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അദ്ദേഹത്തിന് സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. അദ്ദേഹം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകാം, പക്ഷെ സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റാത്തത് എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിൽ പ്രകാരവും പിന്നീട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം നൽകി സമഗ്രമായ ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പോലീസ് സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ ആ തെരച്ചിൽ ഇപ്പോൾ വിഫലമായി എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂരജ് ലാമയുടേതെന്ന് തന്നെ പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ഇങ്ങോട്ടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ, ഇത് സൂരജ് ലാമയുടെ തന്നെ ആണോ? എന്താണ് ഇതിന്റെ ഒരു പ്രാഥമികമായ അന്വേഷണം? ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഒരു പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും അതിലൊരു, അതാണ് TR രാജേഷാണത്, ഈ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അതായത് അദ്ദേഹം വ്യക്തമാക്കുന്നത് പരിശോധന നടത്തിയ ശേഷം പൂർണ്ണമായൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുമെന്നാണ്. എന്തായാലും ലാമയുടെ കുടുംബത്തോട് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മകൻ സണ്ണിയോടക്കം എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DNA പരിശോധന നടത്തിയ ശേഷമായിരിക്കും ലാമയുടെ നിന്ന് സ്ഥിരീകരിക്കുക. പക്ഷേ ലാമ ധരിച്ചിരുന്ന വസ്ത്രം അതോടൊപ്പം തന്നെ ശരീരപ്രകൃതി എല്ലാം വെച്ച് ഇത് ഏകദേശം ഒരു 95% ഇത് അദ്ദേഹത്തിന്റെ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിലൊക്കെ ഇവർ ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ്. ഇവരൊക്കെ ആ പ്രദേശം, ഈ HMT മേഖലകളും ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരവും ഈ ആലുവയിലെ പല വനമേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കണ്ടെത്താനായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവിടെ നിന്ന് ഇത്തരത്തിൽ ഒരു ദുർഗന്ധം വരികയും തുടർന്ന് ആളുകളെ വിവരമറിയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇങ്ങോട്ടേക്ക് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഇത് ലാമയുടേതാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ഒരു പരിശോധനയിലേക്ക്, ഇപ്പോൾ DNA-യുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലേക്കൊക്കെ പോലീസ് കടക്കും. ലാമ കൊച്ചിയിലേക്ക് എത്തിയതിന്റെ ഒരു കാരണം, കുവൈറ്റിൽ ഹോട്ടൽ വ്യവസായിയായിരുന്നു അദ്ദേഹം. ഈ മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് ലാമ കൊച്ചിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കാണാതാകുകയായിരുന്നു. നാടുകടത്തിയത് കുടുംബത്തെ അറിയിക്കാതെ എന്നുള്ള വലിയ വിമർശനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ കുവൈറ്റിലെത്തിയപ്പോഴാണ് പിതാവിനെ കുവൈറ്റിൽ നിന്ന് ഈ കൊച്ചിയിലേക്ക് കയറ്റിവിട്ട കാര്യം അറിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ആ കുടുംബത്തെ അവിടുന്ന് അറിയിച്ചില്ല എന്ന മകൻ നമുക്ക് നൽകിയ പ്രതികരണത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ലാമയുടേതാണെന്നുള്ള സ്ഥിരീകരണം, ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കളമശ്ശേരി പോലീസ് ഇവിടെ ഉണ്ട്. ഒപ്പം ഈ ലാമയെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ആലുവ ഡിവൈഎസ്പി TR രാജേഷ് നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെയുണ്ട്. ഈ മൃതദേഹം ഇനിയിപ്പോൾ ഈ വനത്തിനകത്ത് നിന്ന് മുകളിലേക്ക്
ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അടുത്തതായി ഉണ്ടാകുക. അത് അല്പസമയത്തിനകം തന്നെ അത് മുകളിലേക്ക് കയറ്റി ഇവിടെ നിന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വളരെ ദാരുണമായ അല്ലെങ്കിൽ വളരെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു വാർത്തയും ദൃശ്യവും ഒക്കെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.